നമ്മൾ പാനിലുണ്ടാക്കുന്ന സാധാരണ ചപ്പാത്തിയെക്കാളിലും പെട്ടെന്ന് സോഫ്റ്റ് ഫുൽക്ക റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ചിലപ്പം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തികയാതെ വരിക, ചിലപ്പോൾ ആവശ്യത്തിലധികം ഉണ്ടാക്കി വേസ്റ്റ് ആയി പോകുക. ഇങ്ങനെ നമുക്ക് മിക്കപ്പോഴും പറ്റാറുണ്ട്. ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല. വല്ലപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നവർ ഇനി എത്ര ചപ്പാത്തിയാണോ വേണ്ടത് അത്രയും മാത്രം ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ മതി. ഇന്നിപ്പോൾ ഞാൻ 10 ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ കൈക്കൊരു പിടിയാട്ട ഒരു ചപ്പാത്തിക്ക് എന്ന അളവിലെടുക്കാം. കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ അളവെടുക്കാം. കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മെഷർമെൻറ്റ് കപ്പ് ഉപയോഗിക്കാം. ഒരു കപ്പ് ആട്ട കൊണ്ട് 5 ചപ്പാത്തി ഉണ്ടാക്കാം. ഇനി ആട്ടയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പം 10 ചപ്പാത്തിയുടെ മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുഴച്ചെടുക്കാം. ഇത് സാധാരണ വെള്ളം ഉപയോഗിച്ചേക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. വെള്ളം ഒഴിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. പൊടിയെല്ലാം നനഞ്ഞു വന്നതിന് ശേഷം മാത്രമേ പ്രഷർ കൊടുത്ത് കുഴയ്ക്കാവൂ. ഞാനിപ്പം എണ്ണയോ നെയ്യോ ഒന്നും കുഴയ്ക്കുമ്പോൾ ചേർക്കുന്നില്ല. ഇത് ആശീർവാദ് ആട്ടയാണ്. ഇപ്പം പൊടിയെല്ലാം നനഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്നിച്ചാക്കി ഉരുട്ടിയെടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്താം. ചപ്പാത്തിക്കുള്ള മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടല്ലെങ്കിൽ ചപ്പാത്തി തണുത്ത് കഴിയുമ്പോൾ ഉണങ്ങി വരണ്ട് ഹാർഡായിരിക്കും. ഇപ്പം മാവ് നല്ല മയത്തി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 15 or 20 മിനിറ്റ് അടച്ചു വെക്കാം. ഒരു 10-20 മിനിറ്റ് ശേഷം ഒന്നും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കാം. ഇനി ഇത് ബോളുകളാക്കി എടുക്കാം. 10 ചപ്പാത്തിക്കുള്ള പൊടിയായിരുന്നു എടുത്തത്. ഇതിപ്പം കറക്റ്റ് 10 ചപ്പാത്തിക്കുള്ള ബോളുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. ബാക്കിയുള്ളത് ഡ്രൈ ആയി പോകാതിരിക്കാൻ അടച്ചു വെക്കാം. ഓരോ ബോളും നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പൊടിയിൽ മുക്കി കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി ചെറുതായൊരു ഷേപ്പ് കൊടുത്തിട്ട് ചപ്പാത്തി പലക വെച്ച് പരത്തുമ്പം നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഒത്തിരി പ്രഷർ കൊടുക്കാതെ പരത്തി കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു മറിച്ചൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ തന്നെത്താൻ ഇത് വട്ടത്തിൽ കറങ്ങി വന്നോളൂ. ചപ്പാത്തി പലകയിൽ ഒട്ടിപ്പിടിക്കുകയെല്ലാം ചെയ്യുകയാണെങ്കിൽ കുറേശ്ശെ ആട്ട തൂക്കി കൊടുത്താൽ മതി. വലിയ പ്രഷർ കൊടുക്കാതെ ചെയ്യുമ്പം എല്ലായിടും ഒരേ തിക്നെസ്സിൽ പരത്തിയെടുക്കാൻ കഴിയും. അപ്പം നന്നായിട്ട് പൊങ്ങി വരും. ഈ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി നന്നായി ചൂടായി കിടക്കുന്ന പാനിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു 3 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇതുപോലെ ചെറിയ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ മറിച്ചിടാം. ഇനി ഈ വശവും 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചെറുതായി കളർ മാറി വന്നിട്ടുണ്ട്. ഇനിയും ഫ്ലെയിമിൻ്റെ മുകളിലോട്ട് ആദ്യം ഇട്ട വശമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നന്നായിട്ട് പൊങ്ങി വന്നോളൂ. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്ലെയിമിൽ കാണിച്ച് നെയ്യ് വേണമെങ്കിൽ ഈ സമയം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ ഈ ഫുൽക്ക റൊട്ടി രാവിലെ ഉണ്ടാക്കുന്നത് വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇതിപ്പം റെഡി ആയിരിക്കുന്ന മഷ്റൂം മസാലയുടെ ഒപ്പം കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക്